நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ പുതിയ ഒരധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കുയിൽ 10 എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. അതായത് മാണിക്യവാചകർ കുയിലിനോടായിട്ട് പറയുന്ന ആത്മനിവേദനമാണിത്. ആത്മവിരുത്തം എന്ന് പറയാം. അതായത് ആത്മഇരക്കം എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. അതായത് ആത്മാവിൻ്റെ വിലാപം എന്ന അർത്ഥത്തിലാണ് ഈ പദം സൂചിപ്പിക്കുന്നത്. അതായത് മാണിക്യവാചകർ ജീവാത്മാവും ശിവൻ പരമാത്മാവുമായി നിന്നുകൊണ്ട് പരമാത്മാവിൽ വിലയം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ജീവാത്മാവിൻ്റെ ഉൾക്കടത്തൊര കുയിലിനോട് പറയുകയാണ്. അപ്പോൾ ഇവിടെ കുയിൽ എന്നുള്ളത് കവിയുടെ തന്നെ ആത്മസത്തയാണ്. കവിയുടെ ആത്മസത്തയായ കുയിലിനോട് പറയണം, അല്ലയോ കുയിലേ, നീ എൻ്റെ നാഥനെ ഉടനെ തന്നെ എൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുകയാണ്. അതായത് മാണിക്യവാചകർ സ്വന്തം അതിമനസ്സിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ മനസ്സേ, അങ്ങ് എന്നെ ശിവൻ്റെ അരികിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ശിവനെ എൻ്റെ അരികിലേക്ക് എത്തിക്കുക എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഈ കുയിൽ എന്നുള്ളത് ഒരു പ്രതീകമാണ്. കവിയുടെ തന്നെ ഉത്തമമായ ആത്മസത്തയെയാണ് ഇവിടെ കുയിലിലൂടെ കവി പ്രകടിപ്പിക്കുന്ന ചേതോവികാരം. ഈ രീതിയിലുള്ള കുയിൽ പാട്ടുകൾ മലയാളത്തിലുമുണ്ട്. മലയാളത്തിൽ ഈ കുയിൽ പാട്ട് എഴുതിയത് ഈ രീതിവിശേഷത്തെ അനുകരിച്ചിട്ടാണ്. തമിഴിലുള്ള ഈ കുയിൽ പാട്ടുകളെ അനുകരിച്ചിട്ട് മലയാളത്തിൽ ഒരു കവിത ഉണ്ടായിട്ടുണ്ട്. അത് എഴുതിയത് കുമാരനാശാണ്. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നാണ് ആ കവിതയുടെ പേര്. ഇതേ രീതിയിൽ തന്നെ എഴുതപ്പെട്ട ഒരു കവിതയാണ്. അതായത് കവി തൻ്റെ ആത്മസത്തയായ കുയിലിനോട് പറയുകയാണ്, അല്ലയോ കുയിലേ, ഒട്ടേറെ മാനസികമായ പിരിമുറുക്കങ്ങളോട് കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒട്ടേറെ ആരോപണങ്ങൾ എനിക്ക് കേൾക്കേണ്ടി വന്നു. ഈ ആരോപണങ്ങളുടെ സത്യസ്ഥിതി അല്ലയോ കുയിലേ ഞാൻ നിന്നോട് പറയുകയാണെന്ന് പറഞ്ഞിട്ട് ആ കുയിലിനോട് തൻ്റെ യഥാർത്ഥ അവസ്ഥ കുമാരനാശാൻ വിവരിച്ചു കൊടുക്കുകയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന കവിതയിലൂടെ ചെയ്യുന്നത്. ഇത് ശരിക്കും മാണിക്യവാചകരുടെ തിരുവാചകത്തിലെ കുയിൽ 10 രീതിവിശേഷത്തിൽ തന്നെ എഴുതപ്പെട്ട ഒരു കാവ്യമാണ്. ഇവിടെ മാണിക്യവാചകർ തൻ്റെ തന്നെ ആത്മാവിനോട് പറയാണ്, അല്ലയോ കുയിലെ, ഭഗവാനെ എൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. നമുക്ക് ആ ആത്മമാർഗത്തിലെ ആദ്യത്തെ ഭാഗങ്ങളിലേക്ക് കിടക്കാം. പഞ്ചമസ്വരം കൂവും കുയിലെ, എൻ നാഥൻ്റെ മഞ്ജുള പാദം നിൽപ്പൂ ലോകങ്ങൾ 7 കീഴ്, തൻ ശിരസത്രത്തോളം മുകളിലുണ്ടെന്നറിഞ്ഞുകൂടാ, കൽപ്പനയ്ക്ക് മുമ്പുള്ളോൻ കുയിലേ വരാൻ കൂവോ. എൻ്റെ അരികിലേക്ക് അല്ലയോ കുയിലെ ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരൂ. എങ്ങനെയുള്ള ഭഗവാൻ? പഞ്ചമസ്വരം കൂവുന്ന അല്ലയോ കുയിലിനോട് പറയുകയാണ്, പഞ്ചമസ്വരം പാടുന്ന കുയിലേ, നീ എൻ്റെ നാഥൻ്റെ മഞ്ജുളമായ പാദത്തെ എൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. ആ പാദങ്ങൾ എങ്ങനെയുള്ളതാണ്? ലോകങ്ങൾ 7 കീഴ് നിൽക്കുന്നതാണ്. 7 ലോകങ്ങൾക്കും, അതായത് പാതാള ലോകങ്ങൾക്കെല്ലാം അപ്പുറം നിൽക്കുന്ന, അതിൻ്റെ എല്ലാം അടിയിൽ ശോഭിക്കുന്ന പാദങ്ങളാണ് ശിവൻ്റേത്. അതുപോലെ ശിരസ് എത്ര മുകളിലുണ്ടെന്ന് അറിഞ്ഞുകൂടാ. എവിടെയാണ് ശിരസ്? മുകളിലേക്ക് 14 ലോകങ്ങൾക്കും അപ്പുറത്തേക്ക് കടന്നു ചെല്ലുന്ന
ഭഗവാന്റെ ശിരസ്. അപ്പോൾ ഭഗവാന്റെ ശിരസ് എവിടെയാണെന്നോ, ഭഗവാന്റെ പാദം ഏത് തലത്തിലാണെന്നോ ഒരിക്കലും കാണാൻ കഴിയില്ല. അങ്ങനെ ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും ശിവപാദങ്ങളെയും ശിവശിരസിനെയും കാണാൻ പറ്റാതെ നിൽക്കുന്ന ആ അവസരത്തിൽ അങ്ങനെയുള്ള ആ ശിവഭഗവാന്റെ പാദങ്ങൾ എൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. കൽപ്പനയ്ക്ക് മുമ്പുള്ളവൻ, നമ്മുടെ സങ്കല്പങ്ങൾക്കെല്ലാം അപ്പുറം നിൽക്കുന്നവനാണ് ശിവൻ. അങ്ങനെയുള്ള ഭഗവാൻ ശിവനെ, അല്ലയോ കുയിലെ, നീ എൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. സർവരും സ്തുതിച്ചിടും രൂപങ്ങളെല്ലാം തൻ്റെ സ്വന്തം സ്വരൂപമെന്ന് ഓതിനാൻ പണ്ട് മണ്ഡോദരിക്ക് മോക്ഷം കൊടുത്താനിപ്പോൾ പാണ്ഡിക്ക് അധീശനായോൻ കുയിലേ വരാൻ എൻ്റെ അരികിലേക്ക് വരാൻ, അല്ലയോ കുയിലെ, നീ ഭഗവാനെ പ്രേരിപ്പിക്കൂ. സർവരും സ്തുതിച്ചിടും രൂപങ്ങളാണ്, എല്ലാ ജനവിഭാഗങ്ങളും സ്തുതിക്കുന്ന രൂപമാണ് ശിവൻ്റേത്. സ്വന്തം സ്വരൂപം എന്നോനാഴിതൻ നടുക്കെത്തി, ആഴിയുടെ നടുക്ക് എത്തി. അതായത് ശ്രീലങ്കയിൽ പണ്ട് മണ്ഡോദരിക്ക് മോക്ഷം കൊടുത്തവനാണ് ശിവൻ. അപ്പോൾ ലങ്കയിലെ മണ്ഡോദരിക്ക് ശിവൻ മോക്ഷം കൊടുത്തു. അങ്ങനെ മണ്ഡോദരിക്ക് പോലും മോക്ഷം കൊടുത്ത ആ ശിവഭഗവാൻ പാണ്ഡിക്ക് അധീശനായവൻ, പാണ്ഡ്യനാടിന് മുഴുവനും അധീശനായിട്ടുള്ള, പാണ്ഡ്യനാടിൻ്റെ മുഴുവനും ദേവാദിദേവനായിട്ടുള്ള അല്ലയോ ഭഗവാൻ, ആ ഭഗവാനെ, അല്ലയോ കുയിലെ, പഞ്ചമസ്വരം പാടുന്ന കുയിലെ, നീ എൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. നീലവർണ്ണ കുയിലെ, രത്നങ്ങൾ മിന്നുമേടം കാറണിക്കൂന്തൽ ദേവി തങ്ങുവാൻ തക്കോരേടം ലോകങ്ങൾ നോക്കി നിൽപ്പോരുത്തരകോശ മംഗദേശത്തെ വാഴ്ത്തുവാനിങ്ങ് കുയിലെ വരാൻ ഉത്തരകോശ മംഗ എന്ന സ്ഥലത്ത് അവിടുത്തെ ശിവാലയത്തിലെ ദേവാദിദേവനായിട്ടുള്ളവനെ, അങ്ങനെ ശിവൻ്റെ ആ ആലയമായ കോശമങ്കയിൽ കുടികൊള്ളുന്ന അല്ലയോ ഭഗവാനെ, നീ ആ ഭഗവാനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. നീലവർണ്ണ കുയില്, നീലവർണ്ണമുള്ള അല്ലയോ കുയിലെ, നീ എൻ്റെ അടുത്തേക്ക് ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരൂ. ലോകങ്ങൾ നോക്കി നിൽപ്പോരുത്തരകോശമങ്ക, ലോകങ്ങളെയെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരകോശമങ്ക എന്ന സ്ഥലത്തെ ആ ശിവക്ഷേത്രത്തിലെ ശിവഭഗവാൻ എൻ്റെ അരികിലേക്ക്, അല്ലയോ കുയിലെ, നീ കൂട്ടിക്കൊണ്ടുവരൂ. തേൻ കനിച്ചോല തന്നിൽ വന്നോരിളങ്കുയിലെ, വിണ്ണോരെ വിട്ട് നമ്മെ സ്നേഹിക്കും ദേവനായി സ്ഥൂലദേഹത്തെ വിട്ട് ഉള്ള അറിവിൽപ്പെട്ടോനാകും ഗിരീശനെ കുയിലെ കൂവി നീ വരുത്താമോ. അല്ലയോ കുയിലെ, നീ കൂവി നിൻ്റെ മധുരമായ പഞ്ചമസ്വരം ആലപിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ശിവനെ കൂകി വിളിച്ചു വരുത്തൂ. തേൻകനിച്ചോല തന്നിൽ വാണിടുന്ന കുയിലെ, വിണ്ണവരെ വിട്ട് നമ്മെ സ്നേഹിക്കും ദേവൻ. വിണ്ണവരുടെ ദേവലോകത്തു നിന്ന് ശിവഭഗവാൻ ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി. എന്തിനു വേണ്ടി? ഈ ഭൂമിയിലെ ജീവജാലങ്ങൾക്കെല്ലാം തന്നെ സ്നേഹം പകർന്നു കൊടുക്കാൻ വേണ്ടി, മോക്ഷം നൽകാൻ വേണ്ടി, ആത്മശാന്തിക്ക് വേണ്ടി ദേവലോകത്തു നിന്ന് ഭൂമിയിലേക്ക് വന്ന് അവതരിച്ച ശിവഭഗവാനെ സ്ഥൂലദേഹത്തെ വിട്ട് പെട്ടോനാകും, സ്ഥൂലദേഹത്തെ വിട്ട് അറിവായി ശോഭിക്കുന്നവനാണ് ശിവൻ. അങ്ങനെ സ്ഥൂലദേഹത്തെ വിട്ടിട്ട് സാക്ഷാൽ അറിവായി പ്രശോഭിക്കുന്ന ആ ശിവഭഗവാനെ, ആ ഗൗരീശനെ കുയിലെ, നീ എൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കതിരർക്കനെപ്പോൽ ചിതാകാശത്തിൽ നിന്നും താഴ്ത്തിറങ്ങി ബന്ധുവാം ഭക്തർക്ക് സ്നേഹം പകർന്നോനെ, ചന്തം പേറും കുയിലെ, ആനന്ദം പാടുവോളെ ചിന്തയിൽ ഞാൻ കണ്ടിടാൻ പാടി നീ വരുത്താമോ. അല്ലയോ കുയിലെ, നീ ശിവഭഗവാനെ എൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. പൊൽക്കതിർ ദേവനെ പോൽ ചിതാകാശത്തിൽ നിന്ന് താഴ്ത്തിറങ്ങി.
കതിരവനെ പോലെ സൂര്യഭഗവാനെ പോലെ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്ന പോലെ ചിതാകാശത്തിൽ നിന്ന് താഴേക്ക് വന്ന അല്ലയോ ഭഗവാനെ, അങ്ങയുമായി ഭക്തർക്ക് തീരാത്ത ബന്ധമാണുള്ളത്. ആ ബന്ധത്തിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ദേവലോകത്തുനിന്ന് സൂര്യനെ പോലെ സൂര്യരശ്മികളെ പോലെ താഴേക്ക് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ചന്തം പെറും കുയിലെ ആനന്ദം പാടുവോളെ ചിന്തയിൽ ഞാൻ കണ്ടിടാൻ വേണ്ടി ഈശനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരൂ. അപ്പോൾ എൻ്റെ അരികിലേക്ക് ശിവഭഗവാനെ അല്ലയോ കുയിലെ കൂട്ടിക്കൊണ്ടുവരൂ. ലോകമേതും ഭരിച്ചേത് ഉയിരിനും തോഴനായി ചിത്തംബര പ്രകാശരൂപനായി ലസിപ്പോനെ, പാടിയാൽ ആനന്ദം നിനക്ക് തരുന്ന ദേവന് ഇവിടേക്ക് എഴുന്നള്ളിക്കൂ കുയിലേ നീ. ലോകമേതും ഭരിച്ചേ തൂയമിനും തോഴനായി. ലോകമേതും ഭരിച്ച് ജനങ്ങൾക്കെല്ലാം തോഴനായി ചിത്തംബര പ്രകാശരൂപനായി ലസിക്കുന്നവനെ, പാടിയാൽ ആനന്ദം നിനക്കും തരുന്ന ദേവൻ. പാടിയാൽ അല്ലയോ കുയിലേ നിനക്കും ആനന്ദം തരും. അതായത് നിന്നേക്കാൾ മധുരതരമായി പാടാനുള്ള കഴിവ് ഭഗവാനുണ്ട്. അങ്ങനെ മനോഹരമായി നിന്നേക്കാൾ മനോഹരമായി പാടുന്ന ആ ദേവനെ എൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. നിന്നെ ഞാൻ സ്നേഹിച്ചിടാം, ചങ്ങാതിയായിരിക്കാം പൂങ്കുയിലേ നീ. അശ്വാരൂഢനായി നിൽക്കും ദേവൻ പെരുന്തുറയിൽ ചേരചോഴ പാണ്ഡ്യന് ചേർന്ന് നിന്ന് കുണ്ടലിക്കൂത്താടുന്ന കാഴ്ചയെ പാടിയിടാമോ? അങ്ങ് ശിവഭഗവാൻ താണ്ഡവമാടുന്ന ആ കൂത്തിനെ അല്ലയോ കുയിലേ നീ പാടി പുകഴ്ത്താമോ? നിന്നെ ഞാൻ സ്നേഹിച്ചിടാം, ചങ്ങാതിയായി കരുതാം പൂങ്കുയിലേ. നീ എൻ്റെ കൂട്ടുകാരനാണ്, നിന്നെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള അല്ലയോ പൂങ്കുയിലേ നീ അശ്വാരൂഢനായി നിൽക്കുന്ന ദേവനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. അശ്വത്തിൽ കയറി യാത്ര ചെയ്യുന്ന ഭഗവാനെ നീ എൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. അതായത് പെരുന്തുറയിൽ പാണ്ഡ്യരാജാവിൻ്റെ അടുത്തേക്ക് അശ്വത്തിൻ്റെ മേലാണ് കയറി വന്നത്. അങ്ങനെയുള്ള അശ്വത്തിൻ്റെ മേൽ കയറി യാത്ര ചെയ്യുന്ന ആ ശിവഭഗവാനെ പെരുന്തുറയിൽ ചേരചോഴ പാണ്ഡ്യന്മാരും നിന്നെ കാത്തു നിൽക്കുന്നു. പെരുന്തുറ ശിവക്ഷേത്രത്തിന് മുമ്പിൽ ചേരരാജാവും പാണ്ഡ്യരാജാവും ചോഴരാജാവും നിന്നെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അങ്ങനെയുള്ള ആ രാജാക്കന്മാരുടെ മുമ്പിൽ നീ ശിവതാണ്ഡവമാടൂ. അതിനുവേണ്ടി ഞങ്ങളുടെ അടുത്തേക്ക് വരൂ. ബ്രഹ്മാവും വിഷ്ണുതാനും ആഗ്രഹിച്ചവൻ തൻ്റെ ആദിയന്തങ്ങൾ കാണാൻ തേടിയും കണ്ടിടാതെ അമ്പരം പിളർന്നേറും ജ്യോതിയാം ആത്മേശൻ വരാനായി കുയിലേ കൂവിയിടു നീ. ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും നിൻ്റെ പാദവും ശിരസ്സും കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആദിയന്തങ്ങൾ കാണാൻ അവർക്ക് പോലും കഴിയാത്ത അല്ലയോ ദേവ, അമ്പരം പിളർന്നേറും ജ്യോതി, അമ്പരത്തെ ആകാശത്തെ പിളർന്നുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന അല്ലയോ ജ്യോതിസ്വരൂപ, നീ ഞങ്ങളെ അനുഗ്രഹിച്ചാലും. കാരിയമേനിയോട് ചേലയിൽ വാഴുവോളെ വാരിജമേനി കാട്ടി ലോകത്ത് വന്നൻ മുമ്പിൽ തൻപദം തന്നു നിത്യമുക്തിയാം സഞ്ജീവനി ഇപ്പോഴേ തന്നിടാനായി പാടുമോ കുയിലേ നീ. ആ സഞ്ജീവനി, ആ അമൃതം, ആ എല്ലാവർക്കും ജീവൻ കൊടുക്കുന്ന, എല്ലാവർക്കും ശാന്തി നൽകുന്ന ആ അമൃതവും കയ്യിലേന്തിക്കൊണ്ട് അല്ലയോ ശിവഭഗവാൻ അങ്ങ് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി അല്ലയോ കുയിലേ നീ പാടുക. പൂങ്കല ചാർത്തുചൂഴും ചോലയിൽ ചേർന്നിരുന്ന് സപ്തസ്വരങ്ങൾ പാടിപ്പുലരും കോകിലമേ, വേദിയിൽ എഴുന്നള്ളി ആത്മോപദേശമേകി ബന്ധത്തിത്തീർക്കാൻ കണ്ടമിടറി പാടുമോ നീ. വേദിയാരെഴുന്നള്ളി ദേവന്മാരും അതേപോലെ ബ്രാഹ്മണരുമെല്ലാം തന്നെ വേദങ്ങൾ ഓതുന്ന ഈ തിരുസഭയിലേക്ക് അല്ലയോ കുയിലേ നീ ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരിക.
പൂങ്കുലച്ചാർത്ത് ചൂഴും ചോലയിൽ ചേർന്നിരുന്ന സപ്തസ്വരങ്ങൾ പാടുന്നല്ലയോ കുയിലെ, നീ ശിവഭഗവാനെ ഞങ്ങളുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഇവിടെ വേദജ്ഞന്മാർ വേദമോദിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആ അലൗകികമായ അന്തരീക്ഷത്തിലേക്ക് അല്ലയോ കുയിലെ, നീ ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ മാണിക്യവാചകർ കുയിലിനോട് പറയുകയാണ്, നീ ഭഗവാനെ എൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. ഇവിടെ കുയിലെന്നുള്ളത് മാണിക്യവാചകരുടെ സൂപ്പർ മൈൻഡാണ്, അതായത് ആത്മസത്തയാണ്. ഈ ആത്മസത്തയോട് തന്നെ പറയുകയാണ്, അല്ലയോ ആത്മസത്തെ, നീ നിരന്തരമായ ധ്യാനത്തിലൂടെ ശിവനെ പ്രത്യക്ഷപ്പെടുത്തൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുയിൽ ശരിക്കും കവിയുടെ ആത്മമണ്ഡലം തന്നെയാണ്. ഈ ആത്മമണ്ഡലത്തിലുള്ള ധ്യാനമാണ് ഈ കവിത. അതാണ് ഈ കവിതയുടെ പ്രത്യേകത. അതായത് തൻ്റെ തന്നെ ഉപരി മനസ്സിനോട് പറയുകയാണ് മാണിക്യവാചകർ, അല്ലയോ കുയിലേ, കുയിലാകുന്ന ആ ഉപരി മനസ്സെ, നീ ഭഗവാനെ എൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ കുയിലെന്ന് പറയുന്നത് ഇവിടെ മാണിക്യവാചകർ തന്നെയാണ് എന്നോർക്കുക. അപ്പോൾ ശിവനെ പ്രത്യക്ഷപ്പെടുത്തണമെങ്കിൽ തൻ്റെ തന്നെ ഉപരി മനസ്സിന് മാത്രമേ കഴിയൂ. മറ്റൊരാൾക്കും ശിവനെ നമ്മുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല. നമ്മുടെ ഉപരി മനസ്സിലെ നിരന്തരമായ ധ്യാന ഭക്തി സാധനകളിലൂടെ മാത്രമേ ശിവനെ നമ്മുടെ അരികിലേക്ക്, നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പോൾ എൻ്റെ മുന്നിൽ ശിവൻ പ്രത്യക്ഷപ്പെടണമെങ്കിൽ ഞാൻ തന്നെ അതിന് ശ്രമിക്കണം. ഞാനെന്നുള്ളത് ഈ ഇത്തിരി അഹമല്ല, ഈ വിശ്വ അഹം എന്ന് പറയുന്ന ആ സൂപ്പർ മൈൻഡാണ്. ആ സൂപ്പർ മൈൻഡിനെയാണ് ഇവിടെ കുയിലായിട്ട് മാണിക്യവാചകർ കരുതുന്നത്. കുയിൽ പഞ്ചമസ്വരം പാടുന്ന കുയിലാണെന്ന് കൂടി ഓർക്കുക. അപ്പോൾ നാദാനുസന്ധാനത്തിലൂടെ മാണിക്യവാചകർ ഇവിടെ ശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ തൻ്റെ തന്നെ ഉപരി മനസ്സിനെ വിശുദ്ധമാക്കി ധ്യാനനിരതമാക്കി ശിവനെ തൻ്റെ അരികിലേക്ക് ആവാഹിക്കുന്ന ഒരാവാഹന പ്രക്രിയയാണ് ഈ കുയിൽപ്പത്ത്. ആ ആവാഹന പ്രക്രിയ നടത്തുന്നത് കുയിലാണ്. കുയിലെന്ന് വെച്ചാൽ സ്വന്തം ഉപരി മനസ്സ്, എൻ്റെ തന്നെ ഉപരി മനസ്സാണ് ഈ കുയിൽ. ആ ഉപരി മനസ്സുകൊണ്ട് മാത്രമേ ശിവനെ കാണാൻ പറ്റുള്ളൂ. ഇത് തന്നെയാണ് കുമാരനാശാനും പാടിയത്. ഏഴാമിന്ദ്രിയമിനി അമ്പോടേക് അമ്മേ, പാഴാകും മരുവിൽ അഞ്ഞ് നീ സർവകേ വാഴാറുള്ള അരമന തേടി വാടി ഞങ്ങൾ കേഴാതാ രസമയ രാജ്യസീമ കാണുവാൻ ഏഴാമിന്ദ്രിയം ഞങ്ങൾക്ക് നൽകാനാണ് പറയുന്നത്. ഏഴാമിന്ദ്രിയം തന്നെയാണ് ഇവിടെ കുയിൽ. ആ ഏഴാമിന്ദ്രിയമാകുന്ന കുയിലിനോട്, അതായത് എൻ്റെ തന്നെ ഉപരി മനസ്സിനെ പാകപ്പെടുത്തി ധ്യാനനിരതമാക്കി നിരന്തര സാധനയിലൂടെ ശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ശിവനെ പ്രത്യക്ഷപ്പെടുത്തണമെങ്കിൽ ഞാൻ തന്നെ ശ്രമിക്കണം. എന്നിലെ കുയിൽ തന്നെ വേണം ഭഗവാനെ എൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ. എൻ്റെ കുയിലെന്ന് പറയുന്നത് എൻ്റെ ഉപരി മനസ്സാണ്. ആ ഉപരി മനസ്സ് സത്യസ്വരൂപമായ സത്യശിവസുന്ദരമായ ആ ഉപരി മനസ്സിൻ്റെ നിരന്തരമായ പ്രവർത്തന ഫലമല്ലാതെ, അതിൻ്റെ നിരന്തരമായ സാധനയല്ലാതെ, അതിൻ്റെ നിതാന്തമായ തപസ്സല്ലാതെ ശിവനെ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഒരു ഭക്തന് അല്ലെങ്കിൽ ഒരു സാധകന് മാണിക്യവാചകർ നൽകുന്ന ഏറ്റവും വലിയ ഉപദേശമാണ് ഈ കുയിൽപ്പത്ത്. അല്ലയോ കുയിലേ എന്ന് വിളിക്കുന്നത് തൻ്റെ തന്നെ ഉപരി മനസ്സിനോടാണ്. ഉപരി മനസ്സിനോട് പറയുകയാണ്, ഉപരി മനസ്സേ, നീ വിശുദ്ധമായ ധ്യാനത്തിലേർപ്പെടൂ, നീ വിശുദ്ധമായ സാധനയിലേർപ്പെടൂ. അങ്ങനെ സാധന കൊണ്ട് നീ ശിവനെ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തൂ. അങ്ങനെ എനിക്ക് ഞാൻ മാത്രമേ കൂട്ടായിട്ടുള്ളൂ. എൻ്റെ ഉപരി മനസ്സ് മാത്രമേ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായിട്ടുള്ളൂ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ കുയിലാകുന്ന ഉപരി മനസ്സ്. ആ ഉപരി മനസ്സ്
കൊണ്ട് മാത്രമേ ശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. അല്ലാത്തവർക്കെല്ലാം മായാബദ്ധമായ ജീവിതത്തിൽ മായയുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒരിക്കലും ശിവനെ കാണാൻ പറ്റില്ല. മൂന്നാം കണ്ണ് തുറന്നു കിട്ടണം. മൂന്നാം കണ്ണ് തുറന്നു കിട്ടുന്ന അവസ്ഥയാണ് ഈ കുയിൽപ്പത്ത്. അതായത് ആത്മവിലാപത്തിലൂടെ, ആത്മനിവേദനത്തിലൂടെ തൻ്റെ ഉപരിമനസ്സിനെ ശിവങ്കലിലേക്ക് അയച്ച് ശിവനെ ആവാഹിച്ച് തൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു മാന്ത്രിക പ്രക്രിയയാണ് കുയിൽപ്പത്ത് എന്ന് പറയാം. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു സാധകന് തന്നെ നിരന്തരം സാധനയിലൂടെ മാത്രമേ ശിവനെ സാക്ഷാത്കരിക്കാനാവുള്ളൂ. മറ്റൊരാളുടെ സഹായത്തോടെ ഒരിക്കലും ശിവനെ നമുക്ക് അടുത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നമ്മുടെ തന്നെ ഉള്ളിലെ കുയിലിനെ ഉണർത്തണം, ഉള്ളിലെ ഉപരിമനസ്സിനെ ഉണർത്തണം, ഉപരിമനസ്സിനെ ധ്യാനനിരതമാക്കണം. അങ്ങനെ ധ്യാനനിരതമാക്കുമ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ശിവൻ നമ്മെ അനുഗ്രഹിക്കും. ഈ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു അനുഗ്രഹപ്പത്താണ് ഈ കുയിൽപ്പത്ത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അപ്പോൾ കവിയുടെ ആത്മവിലാപത്തിലൂടെ ഉപരിമനസ്സിനെ ഒരു പ്രത്യേക തരത്തിലേക്ക് കൊണ്ടെത്തിച്ച് ആ ഉപരിമനസ്സിനോട് ശിവനെ ആവാഹിച്ച് തൻ്റെ അരികിലേക്ക് കൊണ്ടുവരാൻ അഭ്യർത്ഥിക്കുന്ന ഒരു നിരന്തര നിവേദനമാണ് ഈ കവിത. ഓം ശിവായ നമഃ.